കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ തിരുവചനം. നമുക്കെല്ലാം വളരെ സുപരിചിതമായ, ഏറ്റവും സന്തോഷപ്രദമായ ഒരു തിരുവചനമാണ് അവിടെ ഉള്ളത്. നമുക്കൊരുമിച്ച് ഇങ്ങനെ വായിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, കർത്താവിന് ഇന്ന് രാവിലെ നമ്മളോട് വ്യക്തിപരമായി, ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനോട് എഴുതിയതല്ല, പറഞ്ഞതല്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ കർത്താവ് നിന്നോട് വ്യക്തിപരമായി പറയുന്നതാ. നിങ്ങളോട് വ്യക്തിപരമായി കർത്താവ് ഇന്ന് രാവിലെ പറയുക, ഭയപ്പെടണ്ട, പേടിച്ചു നോക്കണ്ട. കാരണം എന്തെന്നറിയാമോ? ഞാൻ കൂടെയുണ്ട്. സർവശക്തനായ ദൈവം കർത്താവ് പറയുക, ഇന്ന് കർത്താവിന് നിന്നോട് പറയാനുള്ള കാര്യം, ഭയപ്പെടരുത്. ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ മുൻപിൽ വന്നേക്കാം, പ്രതിസന്ധികൾ മുമ്പിൽ വന്നേക്കാം, ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സംഭവിച്ചേക്കാം. പക്ഷേ കർത്താവിന് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്, ഭയപ്പെടരുത്, ഭയപ്പെടേണ്ട. എൻ്റെ കാര്യം എന്നറിയാമോ? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. കർത്താവ് പറയും, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ചിലപ്പോൾ നമുക്ക് ശക്തിയില്ലായിരിക്കും, പലതും അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റിയില്ലായിരിക്കും, നമ്മൾ ക്ഷീണിതരായിരിക്കും. പക്ഷേ യേശു കർത്താവ് പറയുക, ഇന്ന് രാവിലെ പറയുക, ഇന്ന് നിങ്ങളെ കർത്താവ് ശക്തീകരിക്കാൻ പോവുക, ഇന്ന് നിങ്ങളെ സഹായിക്കാൻ പോവുക. കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിച്ച്, നിങ്ങളെ ശക്തീകരിച്ച്, നിങ്ങളെ ഒരു അത്ഭുത മനുഷ്യനാക്കി മാറ്റാൻ യേശു കർത്താവിന് കഴിയും. കർത്താവ് പറയുക, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവർ, നീ വീണ് പോകുകയല്ല, നിനക്ക് വീഴാൻ പറ്റിയല്ല. എൻ്റെ കാര്യം അറിയാവോ? കർത്താവിൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് കർത്താവ് നമ്മളെ താങ്ങും. ആ കരത്തെക്കുറിച്ച് പത്രോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ ആ നീതിയുള്ള, ആ ബലമുള്ള ആ കൈ കീഴിൽ നമ്മൾ താണിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഭ്രമിച്ചു പോകേണ്ട, നിങ്ങൾ നശിച്ചു പോകുകയില്ല, നിങ്ങൾക്ക് നശിക്കാൻ പറ്റിയല്ല. കാര്യം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ വേറെ ആരും നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കും, ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കും, എല്ലാവരും നിങ്ങളെ വിട്ടുപോയി കാണും. പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെയാണ്, ഇന്നും ദൈവം നിങ്ങളുടെ കൂടെയാണ് ഉള്ളത്. നിങ്ങളതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി, നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ നന്നായി ഇന്നത്തെ നിങ്ങളുടെ വിഷയങ്ങൾ, ഇന്നത്തെ നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. അതിനാ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൽ നിന്ന് വിശ്വസിക്കാം. എൻ്റെ കൂടെ കർത്താവുണ്ടെന്നുള്ള ആ ബോധ്യവും ധൈര്യവും നമ്മളെ നടത്തട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ശക്തന്മാരാണ്, ഞങ്ങൾ ബലവാന്മാരാണ്, ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നത്തെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തരാൻ കർത്താവെ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, കർത്താവെ അവിടുത്തെ കരങ്ങളിൽ താണിരിക്കാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഭയത്തെ പുറത്താക്കാം, കർത്താവിൻ്റെ കൂടെ ജീവിക്കാം, ധൈര്യത്തോടെ മുന്നേറാൻ, ഇന്നത്തെ ദിവസം ജയകരമായി ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കുമാറാകട്ടെ.